സംസ്ഥാന അധ്യക്ഷൻ നേതൃത്വത്തിലാണ് ഇപ്പോൾ കുത്തിയിരുന്ന പ്രതിഷേധം ഇവിടെ തുടരുന്നത്. മറുഭാഗത്ത് ബാരിക്കേഡ് തള്ളി മാറ്റാനുള്ള ശ്രമം KSU പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ട്. തുടർച്ചയായി ജലപീരങ്കി പ്രയോഗം ഉണ്ടെങ്കിൽ പോലും വിദ്യാർത്ഥികൾ പിരിഞ്ഞു പോകുന്നില്ല. ഇപ്പോഴും തുടർച്ചയായി പ്രതിഷേധം നടക്കുകയാണ്. വിദ്യാർത്ഥികൾ പിരിഞ്ഞു പോകുന്നില്ല. ബാരിക്കേഡ് തള്ളി മാറ്റാനുള്ള പ്രവർത്തകരുടെ ശ്രമം, അതിനിടയിൽ തുടർച്ചയായി പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നു. ജലപീരങ്കി പ്രയോഗിക്കുന്നതിനടുത്തേക്ക് എത്തിയ ഒരു KSU പ്രവർത്തകനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു കൊണ്ടുപോകുന്നതാണ് ദൃശ്യങ്ങൾ. ഏതായാലും വലിയ രീതിയിൽ ഇപ്പോഴും ഈ ഭാഗത്ത് സംഘർഷം. DPI KSU സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ DPIയിലേക്ക് നടന്ന മാർച്ച് സംഘർഷാവസ്ഥ നിലനിൽക്കുന്നുണ്ട്. സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെ ഇപ്പോൾ കുത്തിയിരുന്ന് ഇവിടെ പ്രതിഷേധം തുടരുന്നുണ്ട്. മറുഭാഗത്ത് പോലീസ് തുടർച്ചയായി ജലപീരങ്കി പ്രയോഗിക്കുന്നു. ഇപ്പോഴും പ്രവർത്തകർ പിരിഞ്ഞു പോയിട്ടില്ല. ഇപ്പോഴും പ്രവർത്തകർ പിരിഞ്ഞു പോകാതെ തന്നെ നിൽക്കുന്നു. ഓരോ വട്ടവും ജലപീരങ്കി പ്രയോഗിക്കും. പ്രവർത്തകർ ജലപീരങ്കി പ്രയോഗം അവസാനിപ്പിച്ചാൽ തിരിച്ചു വരുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോഴും ബാരിക്കേഡ് തള്ളി മാറ്റാനുള്ള ശ്രമമാണ് KSU പ്രവർത്തകരുടെ ഭാഗത്ത് ഉണ്ടാകുന്നത്. ഇപ്പോഴും ദൃശ്യങ്ങളിൽ കാണാം, വീണ്ടും ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. കൂടുതൽ ശക്തമായ രീതിയിലാണ് ഇപ്പോൾ ജലപീരങ്കി പ്രയോഗിക്കുന്നത്. പക്ഷേ പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറാകുന്നില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം. ഏതായാലും ബാരിക്കേഡിന് ഇപ്പുറത്തേക്ക് കുറേ വിദ്യാർത്ഥികൾ KSU പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് ചാടിക്കടന്നിരുന്നു. അതിൽ ഏതാണ്ട് KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷിയും 2-3 പേരും ഒഴികെയുള്ളവരെ പൂർണ്ണമായും പോലീസ് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോയി. അലോഷി ഇവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നുണ്ട്. അലോഷിയെ പോലീസ് എന്തായാലും തൽക്കാലം കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല. മറുഭാഗത്ത് ബാരിക്കേഡ് തള്ളി മറച്ചിടാനുള്ള ശ്രമം ഇപ്പോഴും തുടരുന്നുണ്ട്. KSU പ്രവർത്തകർ ഇപ്പോഴും തുടരുകയാണ്. അവിടെ ബാരിക്കേഡിന് സമീപത്ത് നിന്ന് പോലീസുകാർ പൂർണ്ണമായും മാറി നിൽക്കുന്നുണ്ട്. ഇപ്പോഴും ഈ ബാരിക്കേഡിന് സൈഡിലൂടെയും മതിൽ ചാടി കടന്നുമൊക്കെയാണ് പ്രവർത്തകർ ഇപ്പുറത്തേക്ക് എത്തിയത്. ഏതായാലും ജലപീരങ്കി വീണ്ടും പ്രയോഗിക്കുന്നുണ്ടെങ്കിലും പ്രവർത്തകരാരും പിരിഞ്ഞു പോകുന്നില്ല. ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷമാണ് ഇത്തരത്തിൽ ഒരു സംഘർഷാവസ്ഥ ഈ DPI മാർച്ചിൽ ഉണ്ടായത്. നമുക്ക് ഇതിൽ അലോഷിയുടെ പ്രതികരണം പ്രധാനപ്പെട്ടതാണ്. KSU സംസ്ഥാന പ്രസിഡന്റ്. പക്ഷേ എന്താണ് കേരളത്തിലെ വിദ്യാഭ്യാസ ഇപ്പോൾ KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷി ഉൾപ്പെടെ ഇവിടെ നിന്ന് കസ്റ്റഡി എടുത്ത് നീക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഇപ്പുറത്തേക്ക് ബാരിക്കേഡ് മറികടന്ന് എത്തിയതാണ് KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷിയെ ഇപ്പോൾ പോലീസ് കസ്റ്റഡി എടുക്കുന്ന അതാണ് ദൃശ്യങ്ങൾ. ഈ മറുഭാഗത്ത് ബാരിക്കേഡ് തള്ളി മാറ്റാനുള്ള ശ്രമം KSU പ്രവർത്തകരുടെ ഭാഗത്ത് തുടരുന്നുണ്ട്. സംസ്ഥാന അധ്യക്ഷനടക്കം ബാരിക്കേഡ് മറികടന്ന് ഇപ്പുറത്തേക്ക് എത്തിയതാണ്. അവിടെ റോഡിൽ ഇരുന്ന് പ്രതിഷേധിച്ച സംസ്ഥാന അധ്യക്ഷൻ അലോഷിയാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകുന്നത്. പോലീസ് അലോഷിയെ കസ്റ്റഡിയെടുത്ത് പോലീസ് വാഹനത്തിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ്. ഏറെ നേരമായി പോലീസും KSU പ്രവർത്തകരും തമ്മിലുള്ള സംഘർഷമാണ് ഈ DPI മാർച്ചുമായി ബന്ധപ്പെട്ട്. കൂടുതൽ പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമം ഇപ്പോഴും നടത്തുന്നുണ്ട്. അവിടെ ബാരിക്കേഡ് മറികടന്ന് ഇങ്ങോട്ടേക്ക് എത്താനുള്ള ശ്രമമാണ് കൂടുതൽ പ്രവർത്തകർ. അവിടെ ഇപ്പോൾ പോലീസും പ്രവർത്തകർ തമ്മിലുള്ള ഉന്തും തള്ളും ആണ് അവിടെ നടക്കുന്നത്. ബാരിക്കേഡിന് സമീപത്ത് മറുഭാഗത്ത് ബാരിക്കേഡ് മറികടന്നെത്തിയ എല്ലാ പ്രവർത്തകരെയും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇനിയും കൂടുതൽ പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമം നടത്തുന്നു. ഇപ്പോഴും പ്രവർത്തകർ അവിടെ തടിച്ചുകൂടി നിൽക്കുകയാണ്. പോലീസിന് നേരെ വെല്ലുവിളിക്കുന്നത് നമുക്ക് കാണാം. സുനിഷ വനിതാ പ്രവർത്തകരെ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നത് നമ്മൾ കണ്ടു. പക്ഷേ പിരിഞ്ഞു പോകാൻ ഇപ്പോഴും തയ്യാറായിട്ടില്ല. അല്ലെ, പോലീസുമായി രൂക്ഷമായ വാക്കേറ്റമാണ്.